ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, ഇന്നൊരു കോമഡി ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. നായകന് ഭാര്യയെ കൂടാതെ പോയ വഴിക്ക് ഒരു അവിഹിതം ഉണ്ടാവുന്നു. പാവം, ഒരു അഡ്വഞ്ചർ ആഗ്രഹിച്ച് കാണണം. ഞാൻ ക്ഷമിച്ചു, പോട്ടെ, സംഭവിച്ചു പോയി മനുഷ്യന്. പക്ഷേ അയാളെ ഭാര്യ പൊറുക്കില്ലല്ലോ, ഇനി ഭർത്താവാണെങ്കിലും പൊറുക്കില്ലല്ലോ. സോ ഭാര്യ അറിഞ്ഞാൽ വലിയ വിപത്താകും. ഈ കാമുകിയാണെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഞാൻ നിന്റെ ഭാര്യയോട് ഇതെല്ലാം പറയും, അല്ലെങ്കിൽ എനിക്ക് പണം വേണമെന്ന് പറഞ്ഞ് ഇയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. ഹീറോയ്ക്ക് വേറെ വഴിയില്ല. തന്റെ ജ്യേഷ്ഠൻ ചില്ലറ അടിപിടിയൊക്കെ നടത്തുന്ന ജ്യേഷ്ഠനെ സമീപിച്ച് ഇവളെ ഒന്ന് മിരട്ടാൻ പറയാണ് നമ്മുടെ ഹീറോ. പക്ഷെ മിരട്ടൽ ഇച്ചിരി കൂടിപ്പോയി, പല അബദ്ധങ്ങളും പറ്റി. ഒരു കുഴപ്പം സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് മറ്റനേകായിരം കുഴപ്പങ്ങൾ. ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹീറോ സർവൈവ് ചെയ്യാൻ പോകുന്നത്? ആ കഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനു മുൻപ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു സ്ട്രെസ്ഫുൾ ആയ ലോങ് ഡേ കഴിഞ്ഞിട്ട് എല്ലാം മറന്നൊന്ന് റിലാക്സ് ചെയ്യാനും ആസ്വദിക്കാനും വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കൂക്കു FM ഫിക്ഷൻ ഓഡിയോ ബുക്സ്. ഈ കൂക്കു FMൽ ഫാന്റാസ്റ്റിക് കളക്ഷൻ ഓഫ് ഫിക്ഷൻ ഓഡിയോ ബുക്സ് ഉണ്ട്. നമ്മുടെ ശാന്തമായ സായാഹ്നങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് കമ്പാനിയനാണവൻ. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് കാതിന് ഇൻപം നൽകുന്ന ഓഡിയോ ബുക്സ് ഇവിടെയുണ്ട്. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഓഡിയോ സീരീസ് ഞാൻ പറയാം. താരാപഥം. പുതിയ സീരീസാണ്. 33 മണിക്കൂറും 23 മിനിറ്റും ഉണ്ട്. മുഴുവൻ സീരീസ് നിങ്ങൾക്ക് കേൾക്കാം. പബ്ബിൽ വെടിയുതിർത്ത താരയെ ആനന്ദിന്റെ ആൾക്കാർ എന്തിനാണ് പിടിച്ചുകൊണ്ടുപോയത്? തന്റെ ലൈഫിലേക്ക് ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ. എല്ലാം മറന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സൂത്ത് നറേഷൻ. ആ സ്റ്റോറിയിലേക്ക് മുഴുകി ഇറങ്ങിയപ്പം എന്റെ തലയ്ക്കകത്ത് അനാവശ്യമായി ഉണ്ടായിരുന്ന ചിന്തയും സ്ട്രെസ്സും എല്ലാം ഇറങ്ങിപ്പോയി. നിങ്ങൾക്കിങ്ങനെ മിസ്റ്ററി കഥകൾ ഇഷ്ടമാണോ? അതോ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് കഥയാണോ ഇഷ്ടം? അതോ എപ്പിക് അഡ്വഞ്ചറോ? കൂക്കു FMൽ എല്ലാമുണ്ട്. എല്ലാ തരം മോഡിനുള്ള ഓഡിയോ സീരീസും ഉണ്ട്. നിങ്ങളുടെ സായാഹ്നം മനോഹരമാക്കാൻ കൂക്കു FM ഡൗൺലോഡ് ചെയ്യൂ. Pick your favorite fiction and enjoy relaxing escape into the world of stories. ഇനി വെബ് സീരീസ് അല്ല, ഓഡിയോ സീരീസ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ആപ്ലിക്കേഷനിൽ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം കസ്റ്റമൈസ് ചെയ്യാം. മറ്റെവിടെയും നിങ്ങൾക്കിത് ലഭിക്കില്ല. എക്സ്പീരിയൻസ് സ്റ്റോറി ടെല്ലിംഗ് ലൈക്ക് നെവർ ബിഫോർ വിത്ത് കൂക്കു FM. ഇനി അടുത്ത 7 ദിവസത്തേക്ക് എല്ലാ ഷോസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ₹1 പോലും മുടക്കണ്ട. ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിട്ടുള്ള നമ്മുടെ നായകൻ. പുള്ളിക്കാരന് ഒരു ഭാര്യയും 2 പിള്ളേരുണ്ട്. സന്തുഷ്ടമായ കുടുംബം. ആളുടെ ബിസിനസ് എന്താന്ന് വെച്ചാൽ പ്രൈം പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഹെൽത്ത് കെയർ ഇൻഷുറൻസ് സെയിൽ ചെയ്യുക. അതിലെ ടോപ്പ് സെയിൽസ്മാൻ ആണ് ഹീറോ. ആരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ സാധനം സെയിൽ ചെയ്തുകളെ. ഭയങ്കര വാക്ചാതുര്യമുണ്ട്. സെറ്റ് മനുഷ്യൻ. വലിയ കോൺഫറൻസ് മീറ്റിങ്ങും പ്രസന്റേഷനൊക്കെ ചെയ്യും. ഈ ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹെൽത്ത് വളരെ നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഗോൾഡ് സ്റ്റാറ്റസ്, ഡയമണ്ട് സ്റ്റാറ്റസ്, അങ്ങനെ ഓരോ സ്റ്റാറ്റസ് കിട്ടും. അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടുക. അപ്പൊ പുള്ളി എല്ലാവരോടും ഹെൽത്തി ആയിട്ടും ഫിറ്റായിട്ടിരിക്കാനുള്ള ഇവരുടെ പല ഇൻസ്ട്രക്ഷൻസും ട്രിക്സുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്. എപ്പോഴും ഡയമണ്ട് സ്റ്റാറ്റസിലുള്ള ആളാണ്. അതുകൊണ്ട് കാണുന്നവർ എളുപ്പത്തിൽ വീണു പോവുകയും ചെയ്യും. ഒരു തവണ അണ്ണന്റെ കാലൊടിഞ്ഞപ്പോൾ പിന്നീട് അതിൽ നിന്ന് റിക്കവർ ആവാൻ സഹായിച്ചത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ചന്തമുള്ള പെണ്ണ്. സോ കറങ്ങിത്തിരിഞ്ഞ് ആരിലാണ് അവിഹിതം എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കാണും. അതെ, അക്കയിൽ തന്നെയാണ്. തന്റെ സെഷൻ ടൈമിലൊക്കെ രണ്ടുപേരും എക്സ്ട്രീം ആക്ടിവിറ്റിയിലായിരിക്കും. എന്തായാലും നന്നായി, ഇന്ന് ഒരുപാട് കാലറി ഞാൻ ബേൺ ചെയ്തു എന്ന് ഇയാൾ കാമുകിയോട് പറയുന്നുണ്ട്. എന്തോ ഒരു അർജന്റ് മീറ്റിങ്ങിന് പോകുമായിരിക്കും. ആ സമയത്താണ് ഈ ട്രെയിനർ കാമുകി തന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് എന്റെ പാരൻസിന്റെ വീട് വരെ പോയാലോ, അവർക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞു എന്ന് പറയാം. ഇവനാകെ ഞെട്ടിപ്പോകും. നീ എന്താ മേരി ഈ പറയുന്നു? നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരെങ്കിലും നീ അറിയിച്ചോ? അത് സീക്രട്ട് ആയിട്ടുള്ള അഫെയർ അല്ലേ? ഈ ട്രെയിനർ പറയും, അങ്ങനെ എല്ലാരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പാരൻസിനോട്, പിന്നെ ക്ലോസ് ആയിട്ടുള്ള ചില ഫ്രണ്ട്സിനോട് അങ്ങനെ പറയാൻ പാടില്ലേ? നിനക്കെന്നെ ഇഷ്ടമല്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നേ? ഹീറോയ്ക്ക് മനസ്സിലായി സംഭവം കൈവിട്ട് പോവാണെന്ന്. ഹീറോ പറയും, നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധമില്ല. കുറച്ചു കാലം ബന്ധം ഉണ്ടായിരുന്നു, അതൊരു തമാശയാണ്. ഇനി എല്ലാം ഇവിടെ വെച്ച് നിർത്താം. ഇനി നമ്മൾ തമ്മിൽ കാണണ്ട, എനിക്ക് സമയമായെന്നും പറഞ്ഞു ഇവൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളയും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ ഇന്ന് ഹീറോ മോളുടെ പിറന്നാളാണ്. ജനിച്ച ദിവസം. വീട്ടിൽ വലിയ ആഘോഷം. ഒരു കുട്ടി തൊപ്പിയും വെച്ച് ഹീറോയും കുടുംബവും എല്ലാവരെയും കാത്തിരിക്കുന്നു. നമ്മുടെ ആളൊരു ജൂതനാണ്, ജൂത കുടുംബം. അതുകൊണ്ടാണ് ഈ കുട്ടിത്തൊപ്പി വെച്ചിരിക്കുന്നത്. ഓരോരുത്തരായി വിരുന്നിന് വരുന്നുണ്ട്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഹീറോയുടെ അമ്മ വന്നിരിക്കുന്നു.
അമ്മ ഓൾഡ് ഏജ് ഹോമിലാണ്. അമ്മ എങ്ങനെ ഇവിടെ എത്തി? ആരെങ്കിലും വിളിച്ചിട്ട് വരാതെ അമ്മയ്ക്ക് വരാൻ കഴിയില്ലല്ലോ. എങ്ങനെയാ വന്നതെന്ന് ഹീറോ ചോദിക്കും. അമ്മ പറയും, നിന്റെ ചേട്ടനാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. ചേട്ടനെ ഹീറോയ്ക്ക് ഇഷ്ടമല്ല. ചേട്ടനോ? അമ്മേ, ചേട്ടനെ കൊണ്ടുവരാൻ പാടില്ല എന്നറിയില്ലേ എന്നിവൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും മെസൽസ് മൈ ബോയ് എന്ന് പറഞ്ഞ് ചേട്ടൻ അവിടെ എത്തിക്കഴിഞ്ഞു. ഇവരെല്ലാം കെട്ടിപ്പിടിക്കുന്നു. ചേട്ടനൊരു റൗഡിയാണ്, ജയിലിലൊക്കെ പോയ ആളാണ്, അതുകൊണ്ട് തന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഹീറോ ചേട്ടനെ അടുപ്പിക്കാറില്ല. ഇപ്പൊ ഹീറോ അമ്മയോട് ചൂടാവുന്നു. എന്റെ നിലയും വിലയും അറിയാതെ അമ്മ ഇങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് വരാൻ പാടുണ്ടോ? എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? അപ്പൊ അമ്മ മോനോട് ചൂടാകും. അവൻ നിന്റെ സഹോദരനാ, അവനെയാണോ വീട്ടിലെ വിരുന്നിന് വരണ്ടെന്ന് പറയുന്നു? നീ ഇത്ര ദുഷ്ടനാണോടാ? മേലിൽ എന്നോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു പോരുത്. ഇതും പറഞ്ഞമ്മ മാറിപ്പോകുന്നു. ഈ സമയത്ത് ജ്യേഷ്ഠൻ ഒരു പ്രീസ്റ്റിനെ കാണുന്നുണ്ട്. റാബൈ എന്നാണ് ഇവര് പ്രീസ്റ്റിനെ വിളിക്കുക. ചേട്ടൻ പ്രീസ്റ്റിനോട്, ഞാൻ പള്ളിയിൽ വന്നിട്ട് കുറെ കാലായി, ഇനി വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാന്ന് പറയുമ്പോൾ റാബൈ പറയും, ഒരുപാട് പേര് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, ഇപ്പൊ തിരക്കാണ്, ഞാൻ ഫ്രീ ആയിട്ടുള്ളപ്പോൾ അറിയിക്കാം, എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകും. അപ്പോഴാണ് ഹീറോ വന്ന് ചേട്ടനോട് പറയാ, നീ റാബൈനോട് സംസാരിക്കരുത്, പുള്ളി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഹെഡാണ്, അയാളെ കളിപ്പിക്കാൻ നോക്കണ്ട. ചേട്ടൻ പറയും, ആരിവനോ? ഇവൻ ചൂതുകളിലെ വില്ലനാ, ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അത് കേട്ട് ഹീറോ വീണ്ടും ചേട്ടനോട് ചൂടാകും. നീ അയാളെക്കുറിച്ച് തോന്നിയാസം പറയരുത്, നിന്നെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ കാര്യങ്ങൾ വഷളാക്കാതെ ഒരു മൂലയ്ക്ക് മാറി നിൽക്ക്. അങ്ങനെ ചേട്ടനെയും ചീത്ത പറഞ്ഞ് ഹീറോ ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പം ഭാര്യ, ഇച്ചായ അമ്മായി അവിടെ കിടന്ന് ബർത്ത്ഡേ കേക്കൊക്കെ കീറി മുറിക്കുന്നുണ്ട്, പോയി എന്തേലും പറഞ്ഞിട്ട് മാറ്റ്. സംഭവം അമ്മ ഒരു പാത്രത്തിലേക്ക് കുറെ കേക്ക് കോരി എടുക്കുന്നുണ്ട്. ഇതെന്താ അമ്മ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അച്ഛന് കേക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ കൊണ്ടുപോവാണെന്ന് അമ്മ പറയും. അപ്പൊ ഹീറോ ആണെങ്കിൽ, അച്ഛൻ 25 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു കഴിഞ്ഞു അമ്മേ, ഇത് 2024 അമ്മ അകത്ത് എന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വേണ്ട കേക്ക് അങ്ങോട്ട് എത്തിക്കാന്നും പറഞ്ഞ് ഒരു ലേഡിയെ വിളിച്ച് അമ്മയെ പറഞ്ഞു വിടുന്നു. ലേശം ദുഷ്ടനാണോന്ന് നമുക്ക് തോന്നും. ദുഷ്ടനല്ല, മണ്ടനാ. അത് പോകെ പോകെ മനസ്സിലാകും. നമ്മുടെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ ഹീറോയുടെ ഭാര്യയ്ക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിനെ കാണാൻ എന്തോ ഒരു മാറ്റം. നീ ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടല്ലോടി, എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ദയവ് ചെയ്ത് പറയല്ലേ നീ ഗർഭിണിയാണെന്ന്, സത്യം പറ. അപ്പൊ ആ ഫ്രണ്ട് പറയും, ഞാനൊരു പുതിയ സംഭവം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, നീ വീട്ടിലേക്ക് വായോ, ഞാൻ പറഞ്ഞുതരാം, അതുവരെ സർപ്രൈസ്, നിനക്കും ഇഷ്ടാവും. എന്താണാവോ? എന്തായാലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് ഹീറോയിൻ സമ്മതിക്കും. അത് കഴിയുമ്പോൾ ബർത്ത്ഡേ ഗേളിന് വേണ്ടിയും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെയും വിഷ് ചെയ്തുകൊണ്ട് ഹീറോയുടെ ഒരു സ്പീച്ച്. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. കൂട്ടത്തിൽ ഒരു സിംഗ് ഫാമിലി ഉണ്ട്. അവർ ഒരുപാട് സ്നേഹത്തോടെ ഹാർദവം ചെയ്തിട്ട് ഈ പ്രൈം പ്രോഗ്രാമിന് എന്തായാലും സൈൻ ചെയ്യാതെ ഇവിടുന്ന് പോകരുതെന്ന് പറയും മൈക്കിൽ കൂടെ. അങ്ങനെ എല്ലാവർക്കും ഇട്ട് ഒരു LIC പോളിസി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയി നമ്മുടെ ട്രെയിനർ ലേഡി പൂമറും ചവച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്ന ചെറുക്കനാകെ വിറച്ചുപോയി. അവനിനി മോളെക്കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്ന, പക്ഷെ വാക്കുകളൊന്നും വരാത്തതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവരെ കുടുംബ വീഡിയോയും പ്ലേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഭാര്യ ചോദിക്കുമ്പോൾ, എനിക്കൊന്ന് മുള്ളാൻ മുട്ടി, പിടിച്ചിരുത്താൻ പറ്റുന്നില്ല, ഇപ്പോൾ ഒഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഓടി കാമുകിയുടെ അടുത്തേക്ക് വരാണ്. ഈ സമയത്ത് കുടുംബമൊക്കെ ബീച്ചിൽ തുള്ളുന്ന പോലത്തെ വീഡിയോ അവിടെ പ്ലേ ആവുന്നുണ്ട്. ഇവൻ ഓടി വന്ന് കാമുകിയെ വിളിച്ച് വീടിനകത്തേക്ക് കയറിയിട്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ എന്താ കാണിക്കണമെന്ന് ചോദിക്കും. അപ്പൊ അവള് ദേഷ്യപ്പെട്ടിട്ട്, നീ എന്നെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാന്ന് വിചാരിക്കണ്ട, അത് മര്യാദ കേടാ, ദ്രോഹമാണ് നീ എനിക്ക് ചെയ്തത്. ഹീറോ പറയും, എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടായത്, നമ്മൾ തമ്മിലൊരു അഫെയർ ആയിരുന്നു, അത് സീക്രട്ട് ആയിട്ട് വെക്കേണ്ടതാ, അല്ലാതെ എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമല്ല, എനിക്കൊരു കുടുംബം ഉണ്ടടി, മനസ്സിലായില്ലേ നിനക്ക്? ഇത് കേട്ടിട്ട് കാമുകി പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമ്മൾ തമ്മിൽ ബന്ധമുണ്ട്, അതെനിക്ക് സീക്രട്ടായിട്ട് വെക്കാൻ കഴിയില്ല. ഇനിയിപ്പോ നിനക്കത് സീക്രട്ടായിട്ട് വെക്കണമെങ്കിൽ അതിന് കുറച്ച് ചെലവാകും, എനിക്ക് നീ പണം തരേണ്ടി വരും. ഹീറോ, പണോ? നീ തമാശ കളിക്കല്ലേ, എന്ത് പണം? $1 മില്യൺ എനിക്ക് വേണം. ഇവൻ ചിരിച്ചിട്ട്, അയ്യേ നീ വെറുതെ പറയാ, അത്രയും പണമൊന്നും എൻ്റെ ഇല്ല. $1 മില്യൺ? അതൊക്കെ എങ്ങനെ എടുക്കുക? നീ കളിക്കില്ല പെണ്ണേ, എൻ്റെ കയ്യിൽ അത്രയും പണമില്ല. ഇവള് പറയും, നിനക്ക് ഇത്രയും വലിയ വീടുണ്ട്, ഫാമിലി ഉണ്ട്, ജോലിയുണ്ട്, എന്നെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാൻ നോക്കിയാൽ അത്രയും പണം ചെലവാകും, അതെനിക്ക് തരാനുള്ള വഴി നോക്ക്, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ പാർട്ടിയും കൊട്ടും പാട്ടും തീറ്റയൊക്കെ നടക്കുന്നു. പിറ്റേന്ന് ഹീറോ പിള്ളേരെ സ്കൂളിലേക്ക് ആക്കാൻ കൊണ്ടുപോവാണ്. അപ്പൊ ചേട്ടച്ചാര് കൊടുത്തൊരു നെക്ലസ് മോള് ധരിച്ചിട്ടുണ്ട്, അത് ധരിക്കണ്ടെന്ന് ഹീറോ പറയും. ഇല്ല, ധരിച്ചോളാൻ അങ്കിള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്കിളിന് ചാറ്റ് ചെയ്യുന്നുണ്ടെന്നും മോള് പറയും. അപ്പൊ ഹീറോ, അങ്കിൾ ഒരു ക്രിമിനലാ, ജയിലിലൊക്കെ പോയിട്ടുണ്ട്, അങ്കിളുമായിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട, ഹീസ് എ ബാഡ് ബോയ് എന്ന് പറയും. അതിന് പുറകിലെ കഥ എന്താന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ സമയത്താണ് മേരി വിളിക്കുന്നത്, എനിക്ക് ആ പണം വേണം ജസ്റ്റിൻ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തകർത്തുകളെ. ഉടനെ ഹീറോ, മേരി നീ അപ്സെറ്റ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ $1 മില്യൺ പണമൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ തന്നെ കടം വാങ്ങിയിട്ടാണ് പെട്രോൾ അടിക്കുന്നത്, ഇന്ന് ചായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കാപ്പിയിട്ടാണ് കുടിച്ചത്, എൻ്റെ കയ്യിൽ ആ പണമില്ല പെണ്ണെ. അതിന് കാമുകി, ഈ അവസ്ഥയിൽ എത്തിച്ചത് നീയാ, എനിക്ക് പണം തന്നില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് വന്നു ഞാൻ എല്ലാ കാര്യങ്ങളും നിന്റെ ഭാര്യയോട് പറയും, ബാക്കി എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ. ഇതും പറഞ്ഞ് അവള് കോള് കട്ടാക്കും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ തന്റെ കൂട്ടുകാരി ഇങ്ങനെ പളുങ്ക് പോലെ മിന്നുന്നുണ്ടല്ലോ, അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കുകയാണ്, സത്യം പറ,
എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? ആ ലേഡി ചിരിച്ചിട്ട് വായോ, എന്റെ ബെഡ്റൂമിലുണ്ട് രഹസ്യം, കണ്ണടച്ചോ, ഇപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകും. കണ്ണ് തുറക്കുമ്പോൾ ഹീറോയിൻ ഞെട്ടിപ്പോവാണ്. ആ പെണ്ണ് പറയും, ഇതാണ് മോറോ, എന്റെ സിലിക്കൺ ബോയ് ഫ്രണ്ട്. ഇത് പെർഫെക്റ്റ്ലി കസ്റ്റമൈസബിൾ ആണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. എന്ത് രസാലെ. ഹീറോയിൻ ഷോക്കായിട്ട്, നീ എന്താടി പറയുന്നത്? ഇതിന്റെ കൂടെയാണോ നിന്റെ സെക്സ് നടക്കുന്നത്? കൂട്ടുകാർ പറയും, അതെ ജെയ്ക്ക്, എന്റെ ഭർത്താവ് എപ്പോഴും ട്രാവലില്ല, ഞാൻ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യില്ലേ, എനിക്കൊരു കൂട്ട് വേണ്ടേടി. ഇതാകുമ്പോ കുറ്റബോധമില്ലാതെ കൂടെ കിടക്കാൻ ഒരാള്, ഞാനും ഹാപ്പി ഇവനും ഹാപ്പി. ഹീറോയിൻ പറയും, എന്തേലും ആവട്ടെ, ഇതെന്റെ പരിപാടിയല്ല, എനിക്കിത് ചേരില്ല, ഞാൻ ആ ടൈപ്പല്ല, ഞാൻ എന്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് എന്റെ ഭർത്താവ് മതി. കൂട്ടുകാർ പറയും, നീ എന്ത് മണ്ടത്തരാടി പറയുന്നു, ഇത് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അതിൽ കുറ്റബോധമൊന്നും വേണ്ട, ഇതൊരു ഡമ്മി അല്ലേ, നമുക്കും ഫാന്റസിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഹീറോയിൻ, ഇതാണോ നിന്റെ ഫാന്റസി ക്രഷ്? ഇത് ജോൺ ബോവി അല്ലേ? അപ്പൊ കൂട്ടുകാരി, നിനക്കിഷ്ടമുള്ള ആരെ വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാം, ഇത് പെർഫെക്റ്റ്ലി നോർമൽ ആണ്, നാണിക്കേണ്ട ആവശ്യമേ ഇല്ല, നീ ഒന്ന് ഈ സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കെന്നും പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നുണ്ട് കൂട്ടുകാരി. എന്തായാലും അവളത് വാങ്ങി വെക്കും. ഇവിടെ ഹീറോ ആണെങ്കിൽ കാമുകിയെ സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി എഴുന്നേക്കുന്നു. അവൾ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് ഇവനറിയാം. സോ ഇവൻ നേരെ ബാങ്കിലേക്ക് ചെന്ന് എനിക്ക് കുറച്ച് പണം വിഡ്രോവൽ ചെയ്യണമെന്ന് പറയും, അത്യാവശ്യമായിട്ട്. ഇവരുടെ മെയിൻ അക്കൗണ്ടിൽ നിന്ന്, ഫാമിലി അക്കൗണ്ടിൽ നിന്ന്. അതിലാണെങ്കിൽ 1 മില്യൺ തികച്ചില്ല. കുട്ടികളുടെ പേരിൽ ഒരു 920K ഉണ്ട്. അതെടുക്കുന്നത് ഭാവിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ അതൊന്നും എടുക്കാൻ പോകുന്നില്ല, ചുമ്മാ അറിയാൻ വേണ്ടി വന്നാന്നും പറഞ്ഞിട്ട് ഇവൻ ചെന്ന് ആ പണം വലിച്ചു കളയും. അത് വലിച്ചു കഴിഞ്ഞ് ആ പണവുമായി ഇവൻ കാമുകിയെ ഒരു കോഫി ഷോപ്പിൽ ചെന്ന് കാണുന്നു. ഞാൻ നിനക്ക് പണം തരാം, കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, തമ്മിൽ കാണരുത്, സംസാരമില്ല, രണ്ടുപേരും രണ്ട് വഴിക്ക്, മനസ്സിലായല്ലോ? ഇവള് ഓ മനസ്സിലായി, ഇനിയൊന്നും മിണ്ടാതിരിക്കോ, ഞാൻ ഓർഡർ ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ ഫുഡ് ഓർഡർ ചെയ്യാണ്. അവളുടെ ഫുഡ് പറഞ്ഞിട്ട് നിനക്കെന്താ വാവേ വേണ്ടത്, ഞാനത് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഇവൻ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ഇവള് വീണ്ടും പറയാണ്, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, ഞാൻ ഈ വാശി പിടിച്ചൊക്കെ എന്തിനാണെന്നറിയോ, ഞാൻ പ്രഗ്നന്റാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് ജസ്റ്റിൻ. ഇവൻ ആകെ വാ പൊളിച്ചിരിക്കുമ്പോൾ അവൾ ചിരിച്ചിട്ട് പറയും, പറ്റിച്ചേ, ഞാൻ അങ്ങനെ പ്രഗ്നന്റ് ആവുമോ, അതും ഇത്ര പെട്ടെന്ന്, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ, എന്തായാലും ഞാൻ നല്ലൊരു അമ്മയായിരിക്കും, അതിൽ നീ പേടിക്കണ്ട. ഹീറോയ്ക്ക് മനസ്സിലായി, ഇത് പണം കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല, ഇതൊരു നടക്കി പോവില്ല, ഇതിന് വേറെ എന്തെങ്കിലും പണി തന്നെ ചെയ്യണം, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഇവൻ ബാഗ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് വരും. ഈ പെണ്ണിനെ ഒഴിവാക്കാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി ഹീറോ ജ്യേഷ്ഠനെ കാണാൻ വരുന്നു. ജ്യേഷ്ഠനാണെങ്കിൽ അമ്മയെ കാണാൻ ഓൾഡ് ഏജ് ഹോമിൽ എത്തിയിരിക്കുകയാണ്. അമ്മയുടെ കേക്കും തിന്നിട്ട് അവൻ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഹീറോ വരുന്നത്. ഹീറോ 2 ആഴ്ചയിലൊരിക്കൽ അമ്മയെ കാണാൻ വരാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവില്ല, അമ്മ എപ്പോൾ കാണുമ്പോഴും ഒരുപാട് നാളായാലോ കണ്ടിട്ട് എന്നാണ് ചോദിക്കുക. ചേട്ടനോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് കാഫ്റ്റീരിയയിലേക്ക് വരും. എന്നിട്ട് എനിക്കൊരു സഹായം വേണം, മറ്റാരോടും ഇത് പറയാൻ പറ്റില്ല, അവരറിയരുത്, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഈ സഹായം ചോദിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവൻ ചേട്ടനോട് പറയുന്നു. ചേട്ടൻ ആ പണം കൊണ്ടുപോയി അവൾക്ക് കൊടുത്തിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറയും. അതിന് ഹീറോ, അവളൊരു ഭ്രാന്തിയാണ്, പണം കൊടുത്തുകൊണ്ട് മാത്രം അവൾ സ്റ്റോപ്പ് ആവില്ല, അതിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് ചേട്ടൻ, നീ എന്നോട് ചോദിക്കുന്ന കാര്യം അത്ര നല്ലതല്ല, നീ ഒരു ക്രിമിനൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഉടനെ ഹീറോ, ഞാൻ അവളെ കൊല്ലാനല്ല നിന്നോട് ചോദിച്ചത്, അവളെ പേടിപ്പിച്ചാൽ മതി, കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, നീ നിന്റെ ആൾക്കാരെയോ ഗുണ്ടകളെയോ വിട്ട് അവളെ ഒന്ന് പേടിപ്പിക്കുക, അത്രയും മതി. അതിന് ചേട്ടൻ പറയും, നിനക്കിപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും നീ എനിക്ക് തരുന്നില്ല, ഞാൻ ഈ സഹായം നിനക്ക് ചെയ്തു തരണമെങ്കിൽ നിന്റെ കുടുംബത്തിലെ ഒരാളായിട്ട് എന്നെ പരിഗണിക്കണം, എല്ലാ വിശേഷങ്ങൾക്കും എന്നെ വിളിക്കണം, പിള്ളേരെ കാണാൻ എന്നെ അനുവദിക്കണം, നീ അനുജനായതുകൊണ്ടും നമ്മൾ കുടുംബമായതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത്, അതിന് ഓക്കെയാണോ? ഹീറോ പറയും, ഓക്കെയാണ്, എല്ലാത്തിലും ഇനി നീ ഉണ്ടാകും കൂടെ, ഇത് നീ സോൾവ് ചെയ്താലേ എനിക്ക് കുടുംബം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് സോൾവ് ചെയ്തായോ ആ കുടുംബത്തിൽ നീയും ഉണ്ടാവും, ഇതാണ് അവളുടെ അഡ്രസ്സ് എന്നും പറഞ്ഞ് ഹീറോ ആ അഡ്രസ്സ് കൊടുക്കുന്നു. ചേട്ടൻ ആ അഡ്രസ്സും വാങ്ങിച്ചിട്ട് 2 മുഖം മൂടി മണ്ടന്മാരെ വിളിക്കുന്നുണ്ട്. അവന്മാരാണെങ്കിൽ ഏതോ ഒരു വീട്ടിൽ പ്രത്യേകമായ തിരുട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സേഫൊക്കെ തുറന്ന് നോക്കുമ്പോൾ 33110 എന്ന് പറഞ്ഞ പഴയ നോക്കിയ മൊബൈൽ. ഇതൊക്കെ ഇപ്പോഴും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോടാ? ഇതിൻ്റെ അകത്ത് പണമൊന്നുമില്ലല്ലോ, ഏതോ ട്രാവൽ ചെക്കേ ഉള്ളൂ, അതും 10-20 കൊല്ലം പഴക്കമുള്ള ചെക്ക്. ആ വീട്ടിലൊരു ജോലിക്കാരി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ പിടിച്ച് കെട്ടിവെച്ചിട്ടാണ് ഇവർ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ നോക്കുന്നത്. പക്ഷെ ഒരു കുരുവും കിട്ടിയിട്ടുമില്ല. അപ്പോഴാണ് അവരുടെ ബോസ് നമ്മുടെ ചേട്ടച്ചാരെ വിളിക്കുന്നത്. എന്താ ജോലിയൊക്കെ എങ്ങനെയാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ, ബോസ് ഇവിടെ ഒരു സാധനവുമില്ല, ഏഴിമല ദാരിദ്ര്യവാസികളുടെ വീട്ടിലാണ് ഞങ്ങൾ കയറിയത്, നിങ്ങൾ പറഞ്ഞ അഡ്രസ്സ് ശരിയാണോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എടാ ഞാൻ പറഞ്ഞത് ശരിയാ, അമ്മയുടെ ഏതോ സുഹൃത്തുക്കളാണ് അവർ, ഒരാഴ്ച അവർ വീട് വിട്ട് വെക്കേഷന് പോവാണെന്നുള്ളത് അമ്മയെന്നാണ് ഈ ബോസം മനസ്സിലാക്കിയത്. സംഭവം സ്വന്തം കമ്മ്യൂണിറ്റി തന്നെയാണ് ഇയാൾ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ പള്ളിയിലുള്ള ഓരോ ജൂതന്മാരുടെയും അവരെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കയറി കട്ടുകൊണ്ടിരിക്കുക, ലോക്കൽ സ്ഥലക്കള്ളൻ. എന്തായാലും അവിടെ ഉള്ളത് എടുത്തിട്ട് വായോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ജോലിയും കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ചേട്ടൻ പറയും. ഈ സമയത്ത് ഹീറോ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുന്ന
അവനൊരു മെയിൽ വരുന്നുണ്ട്. ഈ മെയിൽ തുറക്കുമ്പം ആ ട്രെയിനറുമായി ഇവൻ കളിച്ച കുട്ടിയും കോലും കളികളെല്ലാം തന്നെ പോട്ടം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഹാ ഹൂ എന്ന് ശബ്ദം കേൾക്കുമ്പോഴാണ് ഭാര്യ ടവൽ ഉടുത്തോണ്ട് അതെന്താ കണ്ടുകൊണ്ടിരിക്കണേ എന്നും പറഞ്ഞ് ചോദിച്ച് ഹീറോ അടുത്തേക്ക് വരാം. അതൊരു പരസ്യമാണെന്ന് പറയും ഹീറോ. ശരി ആയിക്കോട്ടെ. ഭാര്യയുടെ നിപ്പും നോട്ടത്തിലും അവൾക്കൊരാഗ്രഹമുള്ളതായിട്ട് ഹീറോയ്ക്ക് മനസ്സിലാക്കും. ബേബി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ തിരക്കില്ല, ഇപ്പോ അതിൻ്റെ മൂടല്ല. ഭാര്യ ചിരിച്ചിട്ട് അയ്യോ ഞാൻ കുളിക്കാൻ വേണ്ടി വന്നതാ, അപ്പോൾ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്തായാലും കുളിച്ചിട്ട് കിടക്കട്ടെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഭാര്യ മെല്ലെ ഇച്ചിരി വിഷമത്തോടെ തിരിച്ചു പോകും. പിറ്റേന്ന് രാവിലെ ഒരു മഞ്ഞക്കാറി ഈ ചേട്ടച്ചാരുടെ 2 അടിയന്മാര് നമ്മുടെ ട്രെയിനർ ലേഡിയെ കാത്തിരിക്കുകയാണ് അവളുടെ വീടിന് മുന്നേ. നമ്മൾ സംസാരിക്കാനാണ് പോകുന്നത്, മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് പാട്ടുകാരൻ പറയും. ഒരു പെണ്ണിനോടും സംസാരിച്ച് ജയിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് ഈ ഭൂമിയിൽ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് അവനൊരു കൊച്ചു തോക്ക് കാണിച്ചു കൊടുക്കും. എടാ അതൊന്നും ഉപയോഗിക്കരുത്, സിറ്റുവേഷൻ കൂടുതൽ വഷളാവും എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൈ വെച്ചിരിക്കണേന്ന് മുടിയൻ പറയുന്നു. പക്ഷെ ഈ മണ്ടന്മാർ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കണേന്ന് മനസ്സിലായില്ല. അവിടെ നമ്മുടെ അനബെല്ലെ വേറെ ഏതോ ഒരു കാറി അവളെ കൂട്ടുകാരിയുടെ മിനി കൂപ്പറിൽ കയറി എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇവന്മാർ മൈൻഡ് ആക്കുന്നില്ല. ഈ സമയത്ത് ഹീറോ ആണെങ്കിൽ വീണ്ടും എന്തായി എന്ത് പറ്റിയെന്നും പറഞ്ഞ് ചേട്ടച്ചാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ തണുത്ത വെള്ളത്തിൽ കിടക്കുകയാണ്. വെറുതെ വിളിക്കലടാ, സംഭവം നടക്കാനുള്ളത് നടക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിച്ച് പറയാം, നീ എന്താ കടന്ന് വിറയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഐസ് വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ കുളിച്ച ഐസ് കൂടും, 500 പോയിന്റും കിട്ടും, എനിക്ക് ഡയമണ്ട് സ്റ്റാറ്റസ് വേണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. ചേട്ടനതൊന്നും മനസ്സിലാവില്ല. നീ ഐസ് ഇട്ട് വെള്ളം അടിക്കുകയാണെങ്കിൽ വേഗം അടിച്ചിട്ട് റിലാക്സ് ചെയ്തിരിക്കും, ഞാൻ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നിന്നെ വിളിക്കാം. ഈ സമയത്താണ് ഹീറോയിൻ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ സിന്തറ്റിക് സെക്സ് ഡോളിന്റെ വിസിറ്റിംഗ് കാർഡ് കണ്ണിപ്പെടുന്നു. ഇത് എന്താണെന്ന് അറിയണമല്ലോ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ജോലിക്കാരി കാണാതെ ലാപ്പ് തിരിച്ചു വെച്ചിട്ട് ഇവൾ ആ സൈറ്റ് തുറന്നു നോക്കുമ്പോൾ എല്ലാ സെലിബ്രിറ്റികളുടെയും ഇതുപോലത്തെ സിന്തറ്റിക് ഡോൾസ് ഉണ്ട്. ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യാം, ഏതാണോ ക്രഷ് അയാളെ സെലക്ട് ചെയ്യാം. അതിൽ അക്കയ്ക്ക് ഇഷ്ടപ്പെട്ടത് അന്റോണിയോ എന്ന ആക്ടറുടെ സെക്സ് ഡോളാണ്. പുള്ളിയുടെ മാസ്ക് ഓഫ് സൊറോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പടം. അപ്പോൾ ഈ മനുഷ്യൻ്റെ രൂപത്തെ ചേച്ചിക്ക് ഇഷ്ടമായി, എന്നാൽ ഓർഡർ ചെയ്യാൻ ഒരു മനസ്സ് വരുന്നില്ല, ഒരിത്തിരി ഭയം. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ചേട്ടൻ്റെ പപ്പിരികൾ അവര് കാത്തിരുന്ന വീട്ടിലേക്ക് ഒരു ലേഡി വരുന്നു. അവള് തന്നെ എന്നും പറഞ്ഞ് 2 പേരും മുഖം മൂടി ഇട്ടുകൊണ്ട് ഏതോ ഒരു പെണ്ണിന്റെ പുറകെ പോകുന്നുണ്ട്. നിക്കടി പെണ്ണേ, 2 വാക്ക് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഈ പെണ്ണ് തിരിഞ്ഞു നോക്കും. കൊള്ളക്കാര് അവള് കയ്യിലെ ബാഗ് ഇവരെ മേത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഓട്ടാണ്. ഓടി വാതിലടയ്ക്കവേ ഒരുത്തന്റെ കൈ അവൻ ഇടയെ വിട്ട് വാതിൽ തുറക്കാൻ നോക്കും. വിരൽ അവൾ അമർത്തി ഓടിച്ചു കളഞ്ഞു. ഈ പിമ്പിരിയം വീണ് കഴിഞ്ഞു. മറ്റവൻ വാതിലും ചവിട്ടി പൊളിച്ച് നിന്നെ കൊല്ലോടി അവിടെ നിൽക്കെന്നും പറഞ്ഞ് പുറകെ ഓടി ചെല്ലുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ തപ്പി ഇവന്മാര് പിരിഞ്ഞ് തപ്പി നടക്കുമ്പോഴാണ് ഒരു മുറിക്കകത്ത് ബ്ലാക്ക് ബെൽറ്റ് ഒട്ടി കുഞ്ഞാപ്പ് ഇരിക്കുന്ന കാണാം. ഓഹോ, പണി കിട്ടിയല്ലോ, പണി കിട്ടി. മൈക്കി നമ്മൾ വന്ന സ്ഥലം എന്തോ ഒരു കുഴപ്പമുണ്ടടാ എന്നിവൻ പറഞ്ഞു തീരും മുന്നേ ഇത് 8 കാലി ചുമരി ഒട്ടിയതുപോലെ കാത്തിരിക്കുവാണ് ഭിത്തിയിൽ കൊളുത്തി പിടിച്ചിട്ട്. പിന്നെ അകത്തുനിന്നൊരു കരച്ചിൽ മാത്രമേ കേൾക്കുള്ളൂ. ഞങ്ങൾ മിണ്ടാമെന്നാണേ, ഞങ്ങൾക്ക് മിണ്ടിയാ മതി, അടിക്കാറില്ല, പാവങ്ങളാണേന്നൊരുത്തൻ്റെ കരച്ചിൽ കേൾക്കാം. അപ്പോൾ മറ്റേ പിരിയൻ ക്ലിൻറ്റൻ എന്തു പറ്റിയിടാ എന്നും ചോദിച്ചിട്ട് ഈ മുറിയുടെ കതക് തുറക്കും. അപ്പോഴാണ് അവൻ്റെ കൂട്ടുകാരൻ ടേബിളെ തല്ലി തെറിച്ച് വന്ന് വീഴുന്നു കാണാം. ആ ലേഡി ജോൺ വിക്ക് വളഞ്ഞും തിരിഞ്ഞുവിട്ട് ഇവരെ പുതിര തല്ലാൻ തുടങ്ങും. ഒരുത്തന്നെ കമ്പൗണ്ട് കറക്കിയെടുത്ത് കെട്ടിടത്തിന്റെ പുറത്തുനിന്ന് താഴത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇവനെ തല്ലാൻ നിൽക്കവേ പിരിയന് വേറെ വഴിയില്ല. അവൻ കയ്യിലുള്ള തോക്കെടുത്ത് ഈ പെണ്ണിനെ ചുടചുടയെന്ന് ചുട്ടു കഴിഞ്ഞു. പെണ്ണ് വീണു. പിന്നെ എന്താണ് അവ സംഭവിച്ചത്? കുറച്ചു കഴിഞ്ഞ് ഹീറോയ്ക്ക് ചേട്ടൻ വിളിക്കുന്നുണ്ട്. നീ ഏത് പെണ്ണിന്റെ അടുത്തേക്കാടാ എന്റെ പയ്യന്മാരെ പറഞ്ഞു വിട്ടത്? അവളൊരു ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അവളെ പിടിക്കാൻ പോയതിൽ ഒരുത്തൻ ആശുപത്രിയില്ല. അവക്ക് ആരോടും സംസാരിക്കണ്ട. ഇനി അവള് സംസാരിക്കൂല, അവള് ചത്തുപോയി. ഷീസ് ഡെഡ്. ഹീറോ ചിരിച്ചിട്ട് കളിക്കല്ലേ, നീ എന്താടാ ഈ പറയുന്നത്? ചേട്ടൻ പറയും, ഇപ്പൊ നിന്റെ കയ്യില് രക്തക്കറ പുരണ്ടു കഴിഞ്ഞു, അവള് മരണപ്പെട്ടു, ഇനി അവള് സംസാരിക്കില്ല. ഹീറോ ഷോക്കായിട്ട് ഫോൺ വെക്കുകയാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? ഈ നേരം ഒരു തൊപ്പിയിട്ട തന്തനെ കാണിക്കുന്നുണ്ട്. പുള്ളി ആള് ടെററാൻ തോന്നുന്നു. വലിയ മുട്ടം പട്ടിയൊക്കെ ഉണ്ട് കൂടെ. സംഭവം ഈ തൊപ്പിക്കാരൻ വലിയ ദാവൂദ് ഇബ്രാഹിമാണ്. അവന്റെ മോളെയാണ് ഇവന്മാരാള് മാറി അടിച്ചിട്ട് അബോധാവസ്ഥയിൽ ഇപ്പൊ ആശുപത്രി കിടത്തിയിരിക്കുന്നു. പെണ്ണ് ചത്തു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അവൾക്ക് ജീവനുണ്ട്, കോമയിലാണ് ആശുപത്രി. തന്റെ ശത്രുക്കൾ ആരോ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയും ചെയ്തതാണെന്നാണ് പുള്ളി വിചാരിക്കുക. അവരൊരു മെസ്സേജ് ആയിട്ടായിരിക്കും എന്റെ പെൺകുട്ടി അറ്റാക്ക് ചെയ്ത്. അതാരാണെങ്കിലും നീ കണ്ടുപിടിക്കണം. എന്റെ മോൾ സിൻഡിയെ ഈ അവസ്ഥയിലാക്കിയവരെ ആരാണെങ്കിലും നീ കണ്ടുപിടിക്കണം എന്നിങ്ങേര് താടി വെച്ചൊരു മുട്ടയോട് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അയാളാണ് പുള്ളിക്കാരൻ്റെ അടിക്കാരൻ. അയാളെ കയ്യിൽ ലോകനാട്ടിലെ എല്ലാ വെപ്പൺസും ഉണ്ട്.
അതിൽ കുറേയധികം പെരുത്ത തോക്കും കെട്ടി ഇവൻ പുറപ്പെടുകയാണ് തന്റെ മുതലാളിയുടെ മോളെ അറ്റാക്ക് ചെയ്തവരെ പിടിക്കാൻ വേണ്ടി. ഈ സമയം ഹീറോ കിളിപോയ അണ്ണാനെ പോലെ ചൊല്ലങ്ങനെയല്ല, എന്നാലും കുറച്ച് ഡീസൻ്റ് ആയിട്ട് പറയുക ഞാൻ, ഐ എം എ ജെന്റിൽമാൻ. അപ്പൊ ഈ ജെന്റിൽമാൻ പേടിച്ച് വിറച്ചിരിക്കുക. ഇവൻ കാരണമല്ല പെണ്ണ് മരിച്ചത്. ആ സമയത്താണ് ടർക്കി കൊടുത്തുകൊണ്ട് വീണ്ടും ഭാര്യ വരുന്നത്. ഒന്ന് നോക്കടോ, ഇവൻ എന്താ, നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അവള് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ, ഞാൻ ടവൽ എടുത്തോണ്ടാ വന്നിരിക്കുന്നു. ഹീറോ പറയും, ഞാൻ ഇന്ന് നല്ല മൂഡിലല്ല, വർക്കിലാണ്, നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഭാര്യ ചോദിക്കും, എന്താ പറ്റിയത്? ഇന്നും ഇന്നലെയോ അല്ലല്ലോ, 3 മാസമായി നമ്മൾ ഒരുമിച്ച് കിടന്നിട്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. അതോ തന്റെ PA സാമിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് തന്നോട് ഒന്ന് ചോദിക്കണോ എന്തുകൊണ്ടാണെന്ന്? ഹീറോ പറയും, ഞാൻ ജോലി തിരക്കില്ല, വർക്കിന്റെ ടെൻഷനിലാണ്, നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ സംശയം നിനക്ക് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടോന്ന്. സത്യം പറയും. അതിന് ഹീറോ, ജീസസ്, എനിക്ക് അങ്ങനെ ഒരു അഫയർ കൊണ്ടു നടക്കാനുള്ള സമയമില്ല, ഞാൻ തിരക്കില്ല. എന്റെ ജോലിയും പ്രഷർ നീ എന്താ മനസ്സിലാക്കാത്തത്? എല്ലാ സമയത്തും സെക്സും വിചാരിച്ചുകൊണ്ട് നടക്കുന്നവനല്ല ഞാനിപ്പോ സ്ട്രെസ്സിലാണ്, ഒന്ന് പോയിത്താ. ഓക്കെ, ഇനി തന്റെ അടുത്തേക്ക് ഞാൻ വരുന്നില്ല. ഭാര്യ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. ഇനിയിപ്പോൾ ഇവനെ നോക്കിയിട്ട് കാര്യമില്ല. താൻ വേണ്ടാന്ന് വെച്ച ആ അന്റോണിയോയെ ഇനി വിട്ടുകൊടുക്കാൻ അവൾക്ക് മനസ്സില്ല. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയും. ഓക്കെ, ഡീൽ. അത് കഴിയുമ്പം ഹീറോ ഇവരെ ജൂതന്മാരുടെ പള്ളി ചെന്ന് റാബയെ കാണുന്നു. റാബയെ കണ്ട് അങ്ങേരെ പോളിസി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു. അതില് ഭർത്താവിന്റെ പേയ്മെന്റ് ഫുള്ളും ഭാര്യയുടെ പേയ്മെന്റ് ഹാഫുമാണ്. അതെന്താ അങ്ങനെയെന്ന് റാബയെ ചോദിക്കും. ഹീറോ പറയും, അവരെ കമ്പനി ഡാറ്റ അനുസരിച്ച് ഭാര്യയ്ക്ക് മുന്നെയാണ് ഭർത്താവ് മരിക്കുക. ആദ്യമേ ഭർത്താവ് മരിക്കും. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെയാണ് ആവറേജ് നോക്കുകയാണെങ്കിൽ. നമുക്കാണ് ആദ്യം മരിക്കേണ്ടതെന്നും പറഞ്ഞ് ഹീറോ കരയ. എന്താടാ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കൊന്ന് പശ്ചാത്തപിക്കണം, നിങ്ങളോട് പറയാമോ? തീർച്ചയായിട്ടും പറയാം, അതിനു വേണ്ടിയിട്ടല്ല ഞാനുള്ളത്. ഹീറോ പറയും, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ദ്രോഹം ചെയ്തു, അവക്ക് വിശ്വാസവഞ്ചന കാണിച്ചു, അത് കൂടാതെ എന്റെ കൈകളിൽ രക്തക്കറയും പറ്റിയിട്ടുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യാം? അപ്പൊ റാബൈ പറയും, നമ്മൾ സാധാരണ മനുഷ്യരാണ് ജസ്റ്റിൻ, നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കും, നമ്മൾ ദൈവങ്ങളല്ലല്ലോ, നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് ബീയിങ്സ് അല്ല. അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് തിരുത്താൻ ശ്രമിക്കുക, അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക, പ്രായച്ചിത്തം ചെയ്യുക. നിനക്കിപ്പോഴും സമയമുണ്ട്, നീ ചെയ്ത പാവങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇപ്പോഴും സമയമുണ്ട്. അതാണ് വലിയ മനുഷ്യർ ചെയ്യേണ്ടത്. ഹീറോ പറയും, ഞാൻ വലിയ തെറ്റുകാരനായി പോയി റാബൈ, എനിക്കൊരു ജെന്റിൽമാൻ ആവാൻ കഴിഞ്ഞില്ല. പക്ഷെ എൻ്റെ അച്ഛനോ എത്ര വലിയ ആളാണ്, ഗ്രേറ്റ് മാനാണ്, അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, പോകുന്നിടത്തെല്ലാം പ്രസന്നത, ഒരു ക്ലീൻ മനുഷ്യൻ. പക്ഷെ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ഇതെല്ലാം ശരിയാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം ചെയ്താൽ മതിയോ? നമ്മുടെ മതത്തിൽ ചെയ്ത പാപത്തിന് എന്തെങ്കിലും പ്രായച്ചിത്തം ഉണ്ടോ? ഇങ്ങനെ ഹീറോ ചോദിക്കുമ്പോൾ അതാണ് കിട്ടിയ തക്കം അവസരം എന്ന് വിചാരിച്ചിട്ട് ആ റാബൈ, വേണമെങ്കിൽ നമ്മുടെ മതത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും നിനക്ക് ഒരു കാര്യം ചെയ്യാം, ഈ പള്ളിക്കൊരു ഡൊണേഷൻ വേണം, അധ്വാനിക്കുന്നതിലെ ഒരു പങ്ക് ദൈവവേലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് മാപ്പ് തരും, അങ്ങനെ ചെയ്യാലോ, ഒരു ചെറിയ ഡൊണേഷൻ ആയിക്കോട്ടെ. ഇത് കേട്ടപ്പോൾ ഹീറോ മറ്റൊന്നും ചിന്തിക്കില്ല. ആ പെണ്ണിന് കൊടുക്കാൻ വെച്ചിരുന്ന മുഴുവൻ പണം എടുത്തിട്ട് റാബൈക്ക് കൊടുക്കുകയാണ്. ഇതിലെന്റെ പാപങ്ങളെല്ലാം കഴിഞ്ഞു പോട്ടെ, എന്റെ അച്ഛന്റെ പേരിൽ ഈ ഡൊണേഷൻ പള്ളിയിലേക്ക് സ്വീകരിച്ചോ. പുള്ളിക്കാരൻ പണം നോക്കിയിട്ട്, നിന്റെ അച്ഛൻ നിന്നിൽ ഒരുപാട് അഭിമാനിക്കും, ഇനി നീ ധൈര്യമായിട്ട് പോയിക്കോ, നിന്റെ പാപങ്ങളെല്ലാം തീർന്നു എന്ന് പറയും. ഹീറോയും പ്രസന്നമായ മുഖത്തോടെ, എന്റെ എല്ലാ പാപങ്ങളും തീർന്നു, ഇനി എനിക്ക് സമാധാനമുള്ള ജീവിതം. ഈ പാപമെല്ലാം കഴുകിക്കളയാൻ വേണ്ടി പുള്ളിക്കാരൻ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഈ സമയത്താണ് വീട്ടിലേക്ക് അക്കയ്ക്ക് ഒരു വലിയ ഡെലിവറി വരുന്നത്. സിന്തറ്റിക് എസ്സെ. മാഡം ഡെലിവറി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. ഞാൻ മിസ്റ്റേക്കിലി ഓർഡർ ചെയ്താണ്, നിങ്ങൾക്ക് ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പുള്ളിക്കാരി ചോദിക്കും. ഡെലിവറിക്കാരൻ പറയും, അത് നിങ്ങൾ കമ്പനിയോട് സംസാരിച്ചിട്ട് വേണം ചെയ്യാൻ, എന്റെ ജോലി ഡെലിവറി മാത്രമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മോള് വന്നിട്ട് അതെന്താണ് അമ്മയെന്ന് ചോദിക്കുക. അമ്മ ഷോക്കാവും, പറയാൻ പറ്റില്ലല്ലോ, അത് ബെഡ്റൂമിന് വേണ്ടി ഒരു ലാമ്പാണ്, നീ ചെന്ന് നിന്റെ പണി നോക്ക്, ചെന്ന് പഠിക്കാൻ നോക്കുമെന്ന് പറയാം അമ്മ. ഇനിയും ഈ ഡെലിവറിക്കാരനെ വീടിന് മുന്നിൽ നിർത്തിയാൽ നാട്ടുകാർ കൂടി വിവരം അറിയും. ചേട്ടാ നിങ്ങളൊരു കാര്യം ചെയ്യ്, സാധനം തള്ളി എങ്ങനെയെങ്കിലും എന്റെ മുറി കയറ്റാൻ പറയും ചേച്ചി. ഇത് തള്ളിക്കൊണ്ട് വരുമ്പോഴാണ് മോൻ ചോദിക്കുന്നത്, അമ്മ എന്താ അതെന്ന്. അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാടാ, നിനക്ക് നല്ല വിശപ്പുണ്ടാവും, പോയി സാൻഡ്വിച്ച് ഉണ്ടാക്കി തിന്ന്. എനിക്ക് വിശപ്പൊന്നുമില്ല. അതെങ്ങനെയാ നിനക്കറിയാം, നീ കുഞ്ഞാണ്, നിനക്കിപ്പോൾ വിശക്കുന്നുണ്ട്, പോയി സാൻഡ്വിച്ച് ഉണ്ടാക്കി തിന്ന്. ഈ ഭാഗത്തേക്ക് വന്ന അമ്മ തല്ലിക്കൊല്ലുന്നും പറഞ്ഞ് ചേച്ചി മോനെയും പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചോളെ. ഇയാള് കൊണ്ടുവന്ന് ബെഡ്റൂമിൽ ആ പെട്ടി വെച്ചു കൊടുത്തിട്ട് പോവാണ്. പോകാൻ നേരം ഓയോലെ ചേട്ടന്മാർ ചിരിക്കുന്ന പോലെ ആന്റിയെ നോക്കി ചിരിച്ചിട്ട് എൻജോയ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ഇതിപ്പോ പാഴ്സൽ വന്നില്ലേ, എന്തായാലും അത് തുറന്നു നോക്കാതെ വേറെ വഴിയിൽ എന്ത് കുന്ത്രാണ്ടാന്നും പറഞ്ഞ് ഇമ്മിണി അത് തുറന്നു നോക്കും. വലിയ കുഴപ്പമില്ല, ഏകദേശം വിചാരിച്ച രൂപം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിനെങ്ങനെ ഇപ്പൊ സ്നേഹിക്കും, എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോഴാണ്
കിട്ടിയവൻ കയറി വരുന്നു. നറ്റാലി നറ്റാലി എന്നും വിളിച്ചിട്ട്. ഇവക്ക് പെട്ടെന്ന് ഈ സാധനം എടുത്ത് ഒളിച്ചു വെക്കണ്ടേ. അവൾ എങ്ങനെയൊക്കെയോ തള്ളി കബേർഡിനകത്ത് ഈ സാധനം കയറ്റി. പക്ഷെ ഒരെണ്ണം മിസ്സായി. അതിൽ അറ്റാച്ച് ചെയ്യാനുള്ള സാധനം താഴെ കിടക്കുകയായിരുന്നു. അതെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഹീറോ എത്തി, കെട്ടിയവനെത്തി. ഫുൾ എനർജിയിലാണ്. നറ്റാലി, എൻ്റെ എല്ലാ കുഴപ്പങ്ങളും തീർന്നു, എൻ്റെ മനസ്സിലെ എല്ലാ ഭാരവും തീർന്നു. ഞാൻ നീയുമായിട്ട് അകലം പാലിച്ചിരിക്കുകയായിരുന്നു, എന്നോട് ക്ഷമിക്കും. എൻ്റെ തലയ്ക്കകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു. ഞാൻ സന്തോഷവാനാണ്. ഇനി കുടുംബത്തിന് വേണ്ടിയായിരിക്കും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സമയവും. അപ്പോഴാണ് പിള്ളേർ ഓടി വരുന്നത്. അമ്മേ, അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്. അച്ഛൻ വിയേർഡായിട്ട് പെരുമാറുന്നു, ഒരുപാട് സ്നേഹമൊക്കെ കാണിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ അപ്പം മക്കളെയൊക്കെ കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോമര കുട്ടികളെ, ഇനി എപ്പോഴും അപ്പം നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും. എന്ത് വേണമെങ്കിലും അപ്പനോട് ചോദിക്കുക. അമ്മയാണെങ്കിൽ നിങ്ങൾ പുറത്തു പോയി സ്നേഹം കാണിച്ചൂടെ ദയവേത്, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഈ തന്തേനെയും പിള്ളേരെയും പുറത്തേക്ക് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നു. പണ്ടാരങ്ങൾ പോകുന്നുമില്ല. അവസാനം എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒഴിവാക്കി. ഇന്ത നേരത്തിലെ ഹോസ്പിറ്റലിൽ കഴുത്തൊടിഞ്ഞ ഒരാൾ കിടപ്പുണ്ടല്ലോ, ചേട്ടന്റെ അടിക്കാരൻ. അവനെ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് മൊട്ട അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ആരാടാ വോഴ്സിഫെറയുടെ ഡോട്ടർ അറ്റാക്ക് ചെയ്ത്? നീയാണോടാ കൊല്ലാൻ നോക്കിയത്? സത്യം പറയടാ, നിന്നെ ആരാ വിട്ടേന്നും പറഞ്ഞ് ഇയാള് ആ അടിയന്റെ കയ്യും കാലൊക്കെ തല്ലി പൊട്ടിക്കുന്നു. പക്ഷെ അവൻ അനക്കൊന്നുമില്ല. അടിയും മേടിച്ചിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ എൻ്റെ എല്ല് പൊട്ടിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. ആരാടാ സിൻഡിനെ അറ്റാക്ക് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, ബ്രോ ഞങ്ങൾക്കൊരു പറ്റിയതാ, സംസാരിക്കാൻ ചെന്നായിരുന്നു. പക്ഷെ ഈ പെണ്ണ് ഞങ്ങളെ പിടിച്ച് കടിക്കാനും ഇടിക്കാനും തുടങ്ങിയപ്പോൾ എൻ്റെ പാർട്ട്ണറാണ് അവളെ വെടിവെച്ചത്. അപ്പൊ ഇയാൾ ചോദിക്കും, ആരാടാ നിന്റെ പാർട്ട്ണർന്ന്? അവൻ മിണ്ടുന്നില്ല, വീണ്ടും തല്ലുന്നു. ഇവൻ അനക്കൂല. നീ എന്താടാ അനങ്ങാത്ത ഞാൻ ഇത്ര ഉപദ്രവിച്ചിട്ട്? ഇവൻ പറയും, ഞാൻ പാരലൈസ് ആയടാ മണ്ട, എന്റെ ശരീരത്തുള്ള അനക്കമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. നീ പോയി എനിക്ക് അനക്കം സംഭവിക്കുമ്പോൾ തിരിച്ചുവോ, അല്ലെങ്കിൽ അവളെ വെടിവെച്ചത് മിക്കിന്ന് പേരുള്ള ഒരുത്തനാ, അവനെ ചെന്ന് പിടിച്ചോ. പക്ഷേ ഈ ഐഡിയ അവന്റെ ആയിരുന്നില്ല. പിന്നെ ആരുടെയാണ് ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യം പറയാനൊന്നും മടിക്കും. തലയിൽ ചുറ്റിക വരുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും, നമ്മുടെ ചേട്ടച്ചാരാണ് ഇതിന്റെ പിന്നിലെന്ന്. ഈ നേരത്ത് ഹീറോ ചേട്ടനെ കാണാൻ വരുന്നുണ്ട്. നീ എന്തിനാടാ എന്നെ വിളിച്ച് വരുത്തിയത്? നിന്റെ പിള്ളേര് ഒരുത്തിയെ പേടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊന്നു കളഞ്ഞു, എന്നിട്ട് ആ കേസിൽ എന്നെ ഉൾപ്പെടുത്താനാണോ എന്ന് ചോദിക്കും. ചേട്ടൻ പറയും, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയതാ തെണ്ടി, എന്നിട്ട് ഇപ്പം കൈയൊഴിഞ്ഞ് മാറുന്നു. നീ കാരണം എന്റെ കൂട്ടത്തിലെ ഒരുത്തൻ പാരലൈസ് ആയി കിടപ്പുണ്ട്. ഇതപ്പോ ഒരു ഞൊണ്ടിയും വരുന്നുണ്ട്. ഞാൻ നിന്നെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്. ഈ രണ്ടാമത്തെ അടിക്കാരൻ അവരടിച്ചിട്ട പെണ്ണിന്റെ കുറേയധികം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഫോണും ഉണ്ടാവും. നീ എന്താടാ എല്ലാം കട്ടെടുത്തോണ്ട് വന്നത്? ഫോൺ മാത്രമല്ല എടുക്കാൻ പറഞ്ഞുള്ളൂ. അല്ല, നമ്മളൊരു വീട്ടിൽ കയറിയ എല്ലാം അടിച്ചു മാറ്റലല്ലേ ബോസ് പതിവ് എന്ന് ഈ അടിക്കാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുക, എടാ നിങ്ങൾ ബ്ലൂ ബീനി ഗ്യാങ്ങിൽപ്പെട്ട ജന്തുക്കളാണല്ലേ. നിങ്ങളല്ലടാ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരുടെയും വീട്ടിൽ കയറി ആളില്ലാത്ത സമയത്ത് അടുക്കള സാധനങ്ങൾ മോഷ്ടിക്കുന്നവര്. അത് കേട്ട് ചേട്ടൻ പറയും, എടാ ഞാൻ ഒരു പക്ഷേ കമ്മ്യൂണിറ്റിയുടെ പുറകിന്നവരെ കൊള്ളയടിക്കുന്നവരാ. നീയാണെങ്കിൽ അവരുടെ മോന്തയ്ക്ക് നേരെ ചെന്ന് അവരെ പറ്റിച്ച് കൊള്ളയടിക്കുന്നവനാ. ഒരുപാട് ന്യായീകരണമൊന്നും വേണ്ട. നിന്നെ വിളിച്ചു വരുത്തിയത് അവളുടെ ഈ മൊബൈൽ ഉണ്ടല്ലോ, ഇതിലെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാ. പോലീസുകാരെങ്ങാനും പിടിച്ചാൽ അവളുടെ മൊബൈൽ ഞോണ്ടിക്കഴിഞ്ഞാൽ നിന്റെ വിവരം ഉണ്ടെങ്കിലോ അത് നശിപ്പിച്ചു കളയണം. നിനക്ക് ക്രൈം ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഇന്നാ നിന്നെ രക്ഷപ്പെടുത്താനാണ് ഞാൻ വിളിച്ചതെന്നും പറഞ്ഞ് ചേട്ടൻ ഫോൺ കൊടുക്കും. ഈ ഫോണ് മേടിച്ച് നോക്കുമ്പോഴാണ് അമളി പറ്റിയ കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുക. ഇത് അവളുടെ ഫോണല്ലടാ, നിങ്ങൾ ആരെയാടാ കൊന്നത്, ഇത് ആരുടെ ഫോണാ? അപ്പൊ ഈ അടിക്കാരൻ ഞങ്ങൾ കയറി ചെന്നു, ഇടിച്ചു, തിരിഞ്ഞു, മറിഞ്ഞു എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. സംഭവം ഹീറോയ്ക്ക് മനസ്സിലായി, ആളെ മാറ്റിയമാര് കൊന്നു കളഞ്ഞു എന്ന്. എടാ ഏത് പെണ്ണിനാടാ കൊന്നത്? ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു പെണ്ണിനെ നിങ്ങൾ കൊന്നു കളഞ്ഞോ? ചേട്ടനും ആകെ പേടിച്ചു പോകും. അയാൾ ഉടനെ ആ ഫോണൊക്കെ തല്ലി പൊട്ടിക്കുന്നു. നിങ്ങൾ ഏത് വീട്ടിലേക്കാ കയറി ചെന്ന്? ഞാൻ നിന്നോട് കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞല്ലേ, 12 റൊണാൾഡ് സ്ട്രീറ്റ്. 12 21 എന്നല്ലേ ബോസ് നിങ്ങൾ പറഞ്ഞത്? 21 അപ്പൊ ആളെ മാറ്റി കൊന്നടാ, ആളെ മാറ്റി കൊന്നു നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ മേരി ഇപ്പോഴും ജീവനോടുണ്ടാവും. എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ നാളെ അവള് വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ചേട്ടൻ, ശരി ഈ കാര്യങ്ങളെല്ലാം വിട്ടേക്ക്, നീ ചെന്ന് അവൾക്ക് പണം തിരികെ കൊടുക്ക്. അവള് പോസ്റ്റ് ചെയ്യില്ല, പണമല്ലേ ചോദിച്ചിരിക്കുന്നത്. അവളിപ്പോ തൽക്കാലം പോസ്റ്റ് ചെയ്യാതിരിക്കാൻ പണം തിരിച്ചു കൊടുക്ക്, പിന്നീട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അത് കേട്ട് ഹീറോ പറയും, എന്റെ കയ്യിൽ പണമല്ല, ഞാൻ ആ പണമെല്ലാം റാബയ്ക്ക് കൊടുത്തു. റാബയ്ക്കോ? ആ ചൂതാട്ടക്കാരനാടാ നീ കൊടുത്തത്? ഹീറോ പറയും, അവൻ ചൂതാട്ടക്കാരനൊന്നുമല്ല, വൃത്തിയുള്ള ഒരു കമ്മ്യൂണിറ്റി ലീഡറാണ്. എടാ മണ്ടൻ ചക്ക, അവൻ നീ വിചാരിക്കുന്ന ആളല്ല, ഫ്രോഡാണ്. ഇനി അവൻ പണം തരില്ല. ഹീറോ പറയും, തരാതൊന്നിരിക്കില്ല, ഞാൻ ചെന്ന് ചോദിക്കാം, അയാൾ പണം തിരിച്ചു തരും. നീ വിചാരിക്കുന്ന ആളല്ലാതെ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കാര്യമില്ല, ഞാനും വരുന്നു നിന്റെ കൂടെ എന്നും പറഞ്ഞ് ചേട്ടൻ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ധരിക്കുന്നുണ്ട്. ഇതെന്തിനാ ധരിക്കണമെന്ന് ചോദിക്കുമ്പോൾ, വീട് വിട്ട് ഇറങ്ങി ഇത് ധരിക്കണം, കാരണം ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മൾ വെടിവെച്ചു കൊല്ല, ലോകം ശരിയല്ല. ഇതും പറഞ്ഞ് ഹീറോയുടെ കാറിൽ ഇവരെ റാബൈ പള്ളിയിലേക്ക് ചെല്ലുന്നു. ഹീറോ ചേട്ടനെ കാറിൽ തന്നെ ഇരിക്കാൻ പറയും. നീ വന്ന എല്ലാം വഷളാക്കും, ഞാൻ പോയിട്ട് നോക്കാമെന്നും പറഞ്ഞ് ഇവൻ തൊപ്പിയും വെച്ച് റാബയെ ചെന്ന് കാണുന്നു. തനിച്ച് വർത്താനം പറയണം എന്ന് പറഞ്ഞ് തനിയെ വിളിച്ചുകൊണ്ട് വന്ന്, ചേട്ടാ എനിക്കൊരു പറ്റി, ആ പണം മറ്റൊരു ആവശ്യത്തിനുള്ളതായിരുന്നു,
എനിക്കത് തിരിച്ചു വേണം, വേണമെങ്കിൽ കുറച്ച് പണം എടുത്തോളൂ, അത്രയും പണം തരാൻ പറ്റില്ല, എനിക്ക് വളരെ അത്യാവശ്യമുണ്ടെന്ന് പറയും. അപ്പൊ റാബി ചിരിച്ചിട്ട് എന്താ മോനെ പറയുന്നത്, ഒരു ഡൊണേഷൻ കൊടുത്താൽ കൊടുത്തതല്ലേ, ഞാൻ കിട്ടിയ ഉടനെ അത് കോൺട്രാക്ടർക്ക് കൈമാറി, ഇനി എങ്ങനെ തിരിച്ചു ചോദിക്കാനാ? ഹീറോ പറയും എന്റെ അവസ്ഥ വളരെ മോശമാണ്, ആ കാര്യം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ പണം തിരിച്ചു വാങ്ങിച്ചായോ, എനിക്ക് വേറെ വഴിയില്ല. അതിന് റാബി ഞങ്ങൾ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു മോനെ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇവൻ കാല് പിടിക്കുന്ന പോലെ ചോദിക്കുകയാണ്, എന്നാ ശരി ഞാൻ ആ കോൺട്രാക്ടർക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. പുള്ളിക്കാരൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, കാരണം പണം എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കാന്ന് പറഞ്ഞ് ഇയാൾ വിളിക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിക്കണേന്ന് അറിയില്ല. ഹീറോ കുറച്ച് കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരും. ചേട്ടൻ ചോദിക്കുകയാണ് എന്താ പറ്റിയെന്ന്. ഹീറോ പറയും റാബി അത് കോൺട്രാക്ടർക്ക് കൊടുത്തത്രേ, പണം ഇല്ലെന്നാണ് പറയുന്നത്, പക്ഷെ അയാളുടെ വർത്താനത്തിൽ എനിക്ക് അത്ര വിശ്വാസം തോന്നണില്ല. ഉടനെ ചേട്ടച്ചാര് കാറിൽ നിന്ന് ചാടി ഇറങ്ങും. എനിക്കറിയാത്തേണ്ടിയെ ഞാൻ ചോദിക്കാം, നീ ചോദിച്ചാൽ ശരിയാവില്ലെന്നും പറഞ്ഞ് ചേട്ടൻ റാബയെ തോളെ പിടിച്ച് തൂക്കിക്കൊണ്ടുവന്ന് പണം എവിടെയാടോ പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. ഇപ്പോഴാണ് ഈ റാബി ആരാന്നറിയുന്നത്. അയാൾ പറയാ ഞാനതൊരു ബെറ്റിൽ കൊടുത്തുപോയി, ഇനി എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുക? ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ഇവനൊരു ചൂതാട്ടക്കാരനാണെന്ന്, നീ വിശ്വസിച്ചില്ലല്ലോ, എവിടെയാടാ ബെറ്റ് വെച്ചെന്ന് ഇവർ ചോദിക്കും. ഒരു കുതിര ഓട്ട മത്സരത്തിലാണ് ബെറ്റ് വെച്ചിരിക്കുന്നത്, അത് ഉടനെ തിരിച്ചു വാങ്ങിക്കണം. റാബി പറയും പകുതിയെ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളൂ, പകുതി ഇപ്പോഴും കോൺട്രാക്ടറുടെ കയ്യില്ല, അത് അവർ തിരിച്ചുതരുമെന്ന് അറിയില്ല. ഇവർ ചോദിക്കും എപ്പോഴാ റേസ് എന്ന്. ഇന്ന് 3 മണിക്കാണ്. എന്നാ വായോ, നിന്നെ പൊക്കിയെടുത്ത് കൂടെ കൊണ്ടുവന്നും പറഞ്ഞ് ഇവർ അയാളെയും പൊക്കിയെടുത്തിട്ട് ഈ കുതിരോട്ട മത്സര സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ ഇവരുടെ പുറകെ ആ താടിമൊട്ടയും കൂടെയുണ്ട്. അവൻ എങ്ങനെയൊക്കെയോ മിക്കി അന്വേഷിച്ച് വന്നാണ്, ആൾക്കാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വലിയ ഗ്യാങ്ങാണ്, എന്തൊക്കെയോ പ്രശ്നമുണ്ട് ബോസ് എന്നിവൻ അവന്റെ ബോസിനെ വിളിച്ചു പറയും. ബോസ് കൈവിടണ്ട, അവന്മാരെ ഒരുത്തനെയും വിട്ടുകളയരുത്, പുറകെ ചെന്ന് അവരുടെ ഗൂഢാലോചന എന്താണെന്ന് മനസ്സിലാക്കാൻ പറയും. ഇവര് 3 പേരും ചേട്ടനും അനിയനും റാബിയും കൂടി ഈ കുതിരയോട്ടം മത്സരം നടക്കുന്നിടത്ത് വന്നിട്ട് റാബി കട്ടെടുത്ത പണം കൊണ്ടാണ് അയാൾ മത്സരത്തിന് ബെറ്റ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ പണം തിരികെ തരാൻ പറയും, അല്ലെങ്കിൽ ഇവര് കേസ് കൊടുക്കുമെന്ന് പറയും. എന്നാൽ അവിടുത്തെ ആള് നിങ്ങൾ പറയുന്നൊക്കെ ശരി, പക്ഷേ മത്സരം തുടങ്ങാൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ, അപ്പ വന്നിട്ട് പണം തിരികെ വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കമ്പനി അനുവദിക്കില്ല, അവിടെ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങളുടെ കുതിര ജയിച്ചാൽ വേണമെങ്കിൽ ആ ജയിക്കുന്ന പണം നിങ്ങൾക്ക് കിട്ടും, അല്ലാതെ എന്നെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവിടെയുള്ള ആൾ പറയും. അപ്പൊ ഇവര് ചോദിക്കുകയാണ് റേസിൽ ഇവരെ കുതിരയെക്കാളും ബെറ്ററായിട്ട് ഓടുന്ന ഏത് കുതിര ഓട്ടക്കാരാണുള്ളതെന്ന്. 2 പേരുണ്ട്, ഒന്ന് ജോൺ ഫോറി പിന്നൊന്ന് മിറ്റ്സ്വ. ഹീറോ പറയും ജോൺ ഫോറിനെ എനിക്കറിയാം, അയാൾ എന്റെ ക്ലയന്റ് ആണെന്ന്. അപ്പൊ ചേട്ടച്ചാര് പറയും എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് ഫോറിയോട് സംസാരിച്ച് ഈ റേസ് ക്യാൻസൽ ചെയ്യാൻ പറയും. അതൊന്നും നടക്കില്ല, അവനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ചേട്ടൻ നീ നിന്റെ വൃത്തിയട്ട പോളിസീസ് വരെ വിൽക്കുന്ന ആളല്ലേ, അപ്പൊ ഇത് അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റും. ഞാൻ മറ്റേ ജോക്കിനെ കണ്ട് അവന്റെ ഓട്ടം എങ്ങനെയെങ്കിലും കാലൊടിച്ചെങ്കിലും നിർത്താം, പിന്നെ നമ്മുടെ കുതിര ജയിക്കുമല്ലോ. അങ്ങനെ ഹീറോ ആ ഫോറി എന്ന് പറഞ്ഞ ആളുടെ അടുത്തേക്ക് വന്നിട്ട് ബ്രദർ നിങ്ങൾ കുതിരയോട്ടത്തിൽ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ നിങ്ങളെ കാണാൻ ഓടി വന്നതാണ്, നിങ്ങൾക്കൊരു മകൻ ജനിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ പോളിസി ഇൻക്രീസ്ഡ് ആയിട്ടില്ല. ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കവറേജ് ഈ പോളിസി വരില്ല, അതിന് എക്സ്ട്രാ പോളിസി എടുക്കണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഈ ഓട്ട മത്സരം ക്യാൻസലാക്കി എക്സ്ട്രാ പോളിസി എടുത്തതിന് ശേഷം ഓടിയാൽ മതി, ഈ പ്രാവശ്യം ഓടരുതെന്ന് പറയും. പക്ഷെ അയാള് ബ്രദർ മത്സരം തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ, ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് സംഭവിച്ചാലും ഞാനിതിൽ ഓടുന്നുണ്ട്, ഈ മത്സരം കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് കുതിരയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈ നേരത്ത് ചേട്ടൻ ആ ജോക്കി എന്ന് പറഞ്ഞ മനുഷ്യനെ കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്, ഇങ്ങനെ ചില്ലറ മത്സരത്തിൽ നിങ്ങൾ ഓടരുത്, ഇതൊരു പൊട്ട മത്സര, ദയവ് ഇത് ഓടാതിരിക്കൂ, നിങ്ങളുടെ പേരിന് ദോഷാന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും എന്നെ വിശ്വസിച്ച് കുറച്ച് പേര് പണമൊക്കെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഓടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ചേട്ടച്ചാരും മെല്ലെ പുറകി വന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യാ, നിങ്ങൾ പറയുന്നതിനെ അനുസരിക്കാന്നും പറഞ്ഞിട്ട് ഈ ജോക്കറുടെ മൂട്ടി പിടിച്ച് വലിച്ചൊരേർ അയാൾ അടിച്ച് നിലത്തേക്ക് വീണു. നിന്നോടല്ലടാ പറഞ്ഞ് ഈ റേസിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന്, ഒരു ആരാധകൻ പറഞ്ഞ കേക്കില്ലേ നീ, ഇയാൾ തല്ലാൻ തുടങ്ങും. അവൻ കിടന്ന് കരയുക, ഇല്ല ഞാൻ പങ്കെടുക്കുന്നില്ല, എന്നെ വെറുതെ വിടൂന്ന് പറഞ്ഞിട്ട്, എനിക്ക് നിന്നെ വിശ്വാസമല്ല, അതുകൊണ്ട് ഈ കൈ ഞാൻ ഒടിച്ചേക്കാന്നും പറഞ്ഞ് ചേട്ടച്ചാര് പുള്ളിക്കാരന്റെ കൈ തിരിച്ചോടിച്ചു കളയും. ഈ സമയം ഹീറോ മറ്റേ ഫ്രോഡിയുടെ പുറകെ ചെന്ന് പോകല്ലേ പോകല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവസാനം കയ്യിൽ കിട്ടിയൊരു ലാടം വലിച്ചെറിഞ്ഞ് അത് തലയെ കൊണ്ട് അയാൾ ബോധം കെട്ട് താഴേക്ക് വീഴും. ആരെങ്കിലും വരണേ, ഇവിടെ ഒരു ജോക്കി താഴെ വീണേന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. ഈ സമയത്ത് ഇവരെ പുറകെ വന്ന താടിമൊട്ട റാബിയെ പിടിച്ച് എന്തിനാടാ നിങ്ങൾ ഫെറാറിയുടെ മോൾ അറ്റാക്ക് ചെയ്തതെന്ന് ചോദിച്ച് അയാളുടെ നെഞ്ചി പിടിച്ചമർത്തും. പുള്ളിക്കാരനാണെങ്കിൽ ഹൃദയത്തിൽ എന്തോ വാൽവിനൊക്കെ ബ്ലോക്ക് ഉള്ളതാ, അയാൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന പോലെ നിലത്തേക്ക് വീഴുന്നുണ്ട് ബോധം കെട്ട്. ഈ സമയത്ത് ചേട്ടനും അനിയനും കൂടെ 2 ഓട്ടക്കാരന്മാരെ അടിച്ചിട്ടിട്ട് മെല്ലെ വന്ന് റേസ് കാണാനിരിക്കുകയാണ്. റേസ് തുടങ്ങി. ആദ്യം ഇവരുടെ കുതിരയായിരിക്കും മുന്നേ പോകുന്നത്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കുതിരയെ ഓവർടേക്ക് ചെയ്ത് രണ്ടാമത്തെ കുതിര ജയിച്ചു. എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു 18,000 നമ്മുടെ റാബി ഈ പൊട്ട കുതിരയിലും കൂടെ കെട്ടിയിരുന്നു. അതിന്റെ കാര്യം ഇവർക്ക് ഓർമ്മ വരാം.